കുറച്ച് താരങ്ങളെയാണ് ഞാൻ കാണിക്കുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഫ്ലൂ ഒക്കെ പിടിച്ചിട്ട് അപ്പോൾ സൗണ്ടൊന്നും അത്ര ശരിയല്ല. നിങ്ങളാരും ഒരുപാട് എക്സ്പെക്ട് ചെയ്യരുത്, അത്ര പെർഫെക്ഷൻ വരാൻ സാധ്യതയില്ല. ഏതായാലും ആദ്യമായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ വിനയ് ഫോർട്ട് എന്ന ആക്ടറാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വിനയ് ഫോർട്ട് ഈ വേദിയിൽ ഇപ്പം നമ്മുടെ ഈ സെലിബ്രേഷനിൽ, ക്രിസ്മസ് സെലിബ്രേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുള്ളതെന്ന് ഒന്ന് കേട്ടോക്കാം. Good evening all. You will associate Christmas celebration ആഘോഷം വളരെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിൽക്കാൻ ഓടി പിടിച്ചു വന്നതാണ്. എന്നെ വിളിച്ച് ഞാൻ ഓടി വന്നതാണ്. ചില സുഹൃത്തുക്കളോടുണ്ട്, അപ്പോൾ അങ്ങനെ ഓടി വന്നതാണ്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് നമ്മുടെ ഇന്ദ്രജിത്തിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മീശമാധവൻ എന്ന ഫിലിമിലെ ഒരു ഡയലോഗാണ്. എന്താ പേര്? വട്ടപ്പേര് പറയണം. ഓ, ആ മീശ ഒന്ന് വരച്ചേ, ഒന്ന് കാണട്ടെ. മീശ മാധവൻ കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ നാളെ വരുമ്പോൾ ആ മീശ അവിടെ കാണരുത്. വടിച്ചേച്ച് വരണം, ക്ലീൻ ചെയ്യും, കേട്ടോ? അടുത്തതായിട്ട് മലയാള സിനിമയെ ഒരുപാട് കാലം വിറപ്പിച്ച ഒരു നടനാണ് ഭീമൻ രഘു. അപ്പം അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ബോഡി ലാംഗ്വേജും കാണിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങ് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ്ങ് കോട്ടയം എഴുതാനും വരെ ഓടിച്ചിട്ട് ചവിട്ടിയതാണ് ആ എന്നോട് കളിക്കാൻ വന്ന വിനാശകാല വിപരീത ബുദ്ധി. അതുപോലെ ഞാനങ്ങോട്ട് അടുത്തായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്റ്റാറാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നിരിക്കുന്നു, ഞാൻ പറയുന്നില്ല പേരെന്തായാലും. അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ഫേമസ് ആണ്. ഇവരെ പറഞ്ഞ് മനസ്സിലാക്ക, ഞാൻ വക്കീൽ വേണം. ജോർജ്, ഈ പെണ്ണെന്ന് പറഞ്ഞ സാധനം കൊണ്ട് നമ്മൾ വാച്ചു പിടിക്കരുത്, തമ്മിലടയരുത്. ഒരുത്തെ പോലെ മറ്റൊരുത്തെ എന്റെ കാര്യത്തിൽ ഈ പെണ്ണിന് ഇഷ്യമല്ല. അതിനാ നിന്റെ പെങ്ങളെ കണ്ട് ബോംബെത്തിച്ച് ഒരു മാർവാടിക്ക് കാണിച്ചു വെക്കുമ്പോ ലക്ഷങ്ങളാ എന്റെ കയ്യിൽ വന്നത്, ലക്ഷങ്ങൾ. അടുത്തതായിട്ട് ലാലു ലക്സിന്റെ വോയിസ് ആണ്. അപ്പൊ അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാരണം 1000 എന്ന സിനിമയില് സൂര്യയുടെ ഒരു ഫേമസ് ഡയലോഗാണ്. അത് ലാലു ലക്സ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് നോക്കാം നമുക്ക്. I'm in love with you. நிறைய சொல்லியாക്കണം നീ അവനൊക്കെ ഇങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞാട്ടൊക്കെ എൻ്റെ ലവ് വിത്ത് യു. താങ്ക് യു. അടുത്തതായിട്ട് മലയാള സിനിമയിലെ ലാൽ, താടിലാൽ എന്നാണ് നമ്മൾ
നമുക്ക് മനസ്സിലാവുന്ന പേര്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് സെലിബ്രേഷനെ പറ്റി രണ്ടു പേർക്ക് പറയാൻ എന്ത് പറയും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടാലാണ് മനസ്സിലാവുള്ളൂ, കാരണം അദ്ദേഹത്തിന്റെ ശബ്ദം അങ്ങനെയാണ്. എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കണ്ടതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനേ പറഞ്ഞതുപോലെ പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഓടി വന്നതാ. അപ്പൊ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തൊണ്ട ചെറുതായിട്ടൊന്ന് പോയി. താങ്ക് യു. അടുത്തായിട്ട് നമ്മുടെ എവർഗ്രീൻ ഫിലിമായിട്ടുള്ള നമ്മുടെ ഗോഡ് ഫാദർ എന്ന മൂവിയിലെ അഞ്ഞൂറാൻ എന്ന ക്യാരക്ടർ ചെയ്ത ശ്രീ NN പിള്ളയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് കിട്ടാൻ മൂക്കിപ്പൊടി വലിച്ചിട്ടുള്ള ഒരു ആക്ഷൻ കിട്ടിയാൽ മതി. അപ്പോൾ അദ്ദേഹത്തെ പറയാൻ മറന്നോ എന്റെ ലക്ഷ്മി, ഈ മഹാലക്ഷ്മി ഈ മുറ്റത്താണ് ഇട്ടുകൊണ്ട് വീണത്. എന്റെ ഈ മടി കിടന്ന അവസാനം പിടഞ്ഞു മരിച്ചത് അത് ഞാൻ മറക്കണോ? പറയണോ? പറയാൻ മറക്കോ? ഒന്നും ഞാൻ മറക്കില്ല. ആണപ്പാറയിലെ തള്ളയുടെ മക്കളെ നാശം കഴിഞ്ഞിട്ട് ഇനി 500 ശവനങ്ങൾ കാണോ? അടുത്തതായിട്ട് നമ്മുടെ സ്മോക്കിങ്ങിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഒരു വാണിങ് നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ആഡാണ്, ക്ലീഷ ആഡാണ്. ജസ്റ്റ് ഒന്ന് പറയുകയാണ് കേട്ടോ. സന്തോഷമാകേണ്ടത്, പക്ഷേ വലിയ വില കൊടുക്കേണ്ടതുണ്ടല്ലോ. അതെ, പൊൻവലിക്കാൻ വലിയ വില കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് ഡയലോഗൊന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത റിയാസ് ഖാൻ എന്ന ആക്ടറാണ് കേട്ടോ എന്ന് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും എന്താന്ന് വെച്ച് കൊടുക്കേ. കപ്പ, കള്ള, കരിമീനെ, കൊഞ്ച എല്ലാം പോരട്ടെ. എല്ലാം എന്റെ വക ചെലവ. ഒരാളെ വിട്ടു. അടുത്തായിട്ട് SNDPയുടെ ഒന്നും കിട്ടും, എനിക്ക് അത്ര പിടുത്തമില്ല. വെള്ളാപ്പള്ളി നടേശനെയാണ് ഏതായാലും അനുഗ്രഹിക്കാൻ പോകുന്നത്. അപ്പോ ക്രിസ്മസ് ആഘോഷം വളരെ നല്ല രീതിയിൽ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇവിടെ ഈ കളറ് ശരിയായിട്ടില്ല. കുറച്ച് മഞ്ഞ ബൾബ് കൂടി ഉണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്നതിലും മഞ്ഞ ബൾബ് വയ്ക്കുകയാണെങ്കിൽ. അടുത്തായിട്ട് നമ്മുടെ പഴയൊരു നടൻ, ഒരു വികാരജീവി ഉമ്മറിന്റെ ശബ്ദമാണ് എന്നിരിക്കുന്നത്. തുറക്കാനല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ നിന്നെ ബലാത്സംഗം വിശ്വസിപ്പിച്ചു കഴിഞ്ഞേ.
ഓക്കെ താങ്ക് യു.